നമസ്കാരം. എന്തിനായിരുന്നു അയ്യപ്പ ആഗോള സംഗമവുമായി പിണറായി വിജയനും കമ്മിക്കൂട്ടങ്ങളും രംഗത്തെത്തിയത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. സർക്കാരിന് ആത്മീയ കാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. അത്തരം ആത്മീയ സാഹചര്യങ്ങളിൽ സഹായം ചെയ്തു കൊടുക്കുക എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ബാധ്യത സർക്കാരിനില്ല. എന്നിട്ടും അങ്ങനെ ഒരു പദ്ധതിക്ക് പിണറായി വിജയൻ രൂപം കൊടുത്തത് രണ്ട് ലക്ഷ്യത്തിലായിരുന്നു. ഒന്ന്, 2018 മുതൽ പിണറായി വിജയൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകളും വേദനകളുമൊക്കെ അയ്യപ്പനെ വേദനിപ്പിച്ചതുകൊണ്ടാണ് എന്ന് ജ്യോത്സ്യ നിഗമനമുള്ളതുകൊണ്ട് പാപപരിഹാരം എന്ന നിലയിൽ അതിനെ കാണാം എന്ന് കരുതി. രണ്ട്, കമ്മികൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിൽ ലാഭമുണ്ടാക്കാൻ, പിടിച്ചു പറിക്കാൻ, പ്രത്യേകിച്ച് ഖജനാവിലെ പണമാണെങ്കിൽ അവർക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഇത്തരത്തിൽ പല കോൺക്ലേവുകളും സമ്മിറ്റുകളും നടത്തി പണം അടിച്ചു മാറ്റുന്നത് ശീലിക്കുന്നതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം കമ്മിക്കൂട്ടങ്ങളുടെ പ്രതിനിധികളായതിനാൽ അടിസ്ഥാനപരമായി ഇതിൻ്റെ ലാഭമുണ്ടാകുന്നത് അവരായതുകൊണ്ട് ചെയ്തു കൂട്ടിയ ഒരു പണി. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. പാവപ്പെട്ട ഹിന്ദുവിനെ പറ്റിക്കാം, ഞങ്ങളിപ്പോൾ നന്നായി അയ്യപ്പൻ്റെ ആളുകളാണ് എന്ന് വരുത്തി തീർക്കാം. മൂന്നാമത്തെ ലക്ഷ്യം വിജയിച്ചു എന്നതിന് തെളിവാണ് ശബരിമലയിലെ അയ്യപ്പനെ അവഹേളിക്കാൻ രംഗത്തിറങ്ങിയ പിണറായിക്കെതിരെ ശക്തമായി പ്രതികരിച്ച സുകുമാരൻ നായർ പോലും പിണറായിയുടെ അടിമയായി മാറിയത്. ഇത്തരം ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും അടിച്ചു മാറ്റുന്നതിന് ഒരു പരിധി ഉണ്ടാവുമെന്ന് നമ്മൾ കരുതി. പക്ഷെ ഭഗവാന്റെ സ്വത്തല്ലേ, ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന് കരുതി അവിടെയുള്ള സ്വത്ത് മുഴുവൻ മോഷ്ടിച്ചു കൊണ്ടിരുന്ന ഇക്കൂട്ടർക്ക് ഖജനാവിലെ പണം മോഷ്ടിക്കാൻ പിന്നെ ഭയമുണ്ടാകുമോ? എത്ര കോടി രൂപയാണ് ഇവറ്റകൾ അടിച്ചു മാറ്റിയത് എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു വിറയലാണ്. അല്പമെങ്കിലും ലജ്ജയുള്ളവന് നാണം കൊണ്ട് തുണി ഉരിഞ്ഞു പോകുന്ന അനുഭവമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ഏതൊരു സാധാരണക്കാരനും അനുഭവപ്പെടുന്നത്. എത്ര കോടിയാണ് മുടക്കിയത് എന്ന കാര്യത്തിൽ പോലും അവർക്കൊരു നിശ്ചയമില്ല. ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റും മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനും അധികാരത്തോട് താല്പര്യമുണ്ടെങ്കിലും അടിച്ചു മാറ്റാൻ യാതൊരു താല്പര്യവുമില്ലാത്ത കെ ജയകുമാർ ഇന്നലെ പറഞ്ഞത് ഏതാണ്ട് 7 കോടിയിൽ അധികം രൂപയെന്നാണ്. എന്നാൽ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് എന്ന മുൻ കോൺഗ്രസ്സുകാരൻ നക്കാപ്പച്ചയ്ക്ക് വേണ്ടി പിണറായിയുടെ എച്ചിൽ തിന്നാൻ പോയതാണ്. അയാൾ പറയുന്നു കള്ളമാണ്, വെറും 3 കോടി രൂപ മാത്രമാണ് ഇതിനു വേണ്ടി മുടക്കിയിട്ടുള്ളതെന്ന്. അയ്യപ്പ സംഗമത്തിന്റെ സംഘടനാ ചെലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു. അയ്യപ്പ സംഗമത്തിന്റെ സംഘടനത്തിനായി ഇതുവരെ ചെലവഴിച്ചത് വെറും 3 കോടി മാത്രമാണ്. ഈ 3 കോടി രൂപയും പൂർണ്ണമായും സ്പോൺസർഷിപ്പായി കിട്ടിയതാണ്. 1 കോടി രൂപ സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ട്. മതപരമായ സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്ന് 3 കോടി രൂപ സംഘാടനത്തിന് വേണ്ടി അഡ്വാൻസായി എടുത്തിരുന്നു. സ്പോൺസർഷിപ്പ് കിട്ടിയ മുറയ്ക്ക് അത് 17/10/2025 കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതല്ലാതെ 1 രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡൊന്നും ചെലവഴിച്ചിട്ടില്ല. ആകെ ചെലവായ തുകയെ സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ 4/11/2025 കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന തുക 4.5 കോടിയും GST എന്നാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്തടിസ്ഥാനത്തിൽ നൽകി എന്ന് അന്വേഷിക്കേണ്ടതാണ്. ഇത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നത്. ഇതാണ് പ്രശാന്തിൻ്റെ ഭാഷ്യം. അപ്പോൾ പിന്നെ ആരാണ് തെറ്റിദ്ധാരണ പരത്തുന്നത്, നുണ പരത്തുന്നത്? ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റോ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡോ, അതോ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയോ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റ് കമ്മിറ്റിയോ? ആരാണ് തെറ്റിദ്ധാരണ നടത്തുന്നത്? അത് പ്രശാന്ത് ആദ്യം പറയണം. പ്രശാന്തിൻ്റെയും ജയകുമാറിൻ്റെയും ഭാഷ്യങ്ങൾ തമ്മിൽ ബന്ധമില്ലാത്തത് തന്നെ ഏറ്റവും ഗുരുതരമായ അഴിമതിയുടെ ലക്ഷണമാണ്. അഴിമതി നടത്തുക, അത് ഒതുക്കി തീർക്കുക എന്ന രീതി CPM-കാർക്കുണ്ട്. അതിനൊരു പക്ഷേ ജയകുമാർ നിന്നു കൊടുക്കാത്തത് കൊണ്ടാവാം പിൻവാതിലിലൂടെ കളങ്കിത സ്പോൺസർമാരുടെ തലയിൽ കെട്ടിവെച്ച് ഊരിയെടുക്കാനുള്ള നീക്കം പൊളിഞ്ഞു പോയത്. എന്തായാലും ഈ അയ്യപ്പ സംഗമം എന്ന ആളില്ല വൃത്തികേടിൻ്റെ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ആരാണ് ഞെട്ടിപ്പോകാത്തത്? മനോരമയുടെ റിപ്പോർട്ടിൽ പറയുന്നത് 6,32,00,000 രൂപ എന്നാണ്. ഈ 7 കോടിയിലധികം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. ഇത് തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് നിയോഗിച്ച സ്വകാര്യ ഓഡിറ്റർ ഹൈക്കോടതി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഹൈക്കോടതി അത് കണ്ടിട്ട് തലയിൽ കൈവച്ച് ഞെട്ടുന്നു. സംഘാടകനായിരുന്ന PS പ്രശാന്ത് 3 കോടി എന്ന് പറയുന്നു. മനോരമ 6,32,00,000 കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അതിലിങ്ങനെ പറയുന്നു: ഈവന്റ് മാനേജ്മെന്റ് 1.65 കോടി, പന്തലിൻ്റെ മുന്നിലെ ഫർണിച്ചറുകൾ 60,830, വീഡിയോ ഫോട്ടോ 12 ലക്ഷം, സാംസ്കാരിക പരിപാടികൾ 38.85 ലക്ഷം,
ഈവൻറ്റ് പ്രവർത്തനങ്ങൾ 58.2 ലക്ഷം, പങ്കെടുത്തവർക്ക് കിറ്റ് 73.4 ലക്ഷം, വേദിക്ക് മോടി കൂട്ടാൻ 46 ലക്ഷം, പബ്ലിസിറ്റി 46.7 ലക്ഷം, പഴയിടത്തിൻ്റെ പാചകം 21.5 ലക്ഷം, അതിഥികളെ മാനേജ് ചെയ്തതിന് 9.6 ലക്ഷം, ഡെലിഗേറ്റ്സിനായി പ്രത്യേകം ആഹാര ചെലവ് 73,780 രൂപ, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ 14.8 ലക്ഷം, സൗണ്ട് അധിക സംവിധാനം 1,39,00,000, അധിക കിറ്റും സമ്മാനവും 24.17 ലക്ഷം, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫെസിലിറ്റേഷൻ 54.31 ലക്ഷം. ആളില്ല കസേരകൾക്ക് മുമ്പിൽ അവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചിരുത്തി നമ്മുടെ ഖജനാവിൽ നിന്നും ചെലവഴിച്ചതിൻ്റെ കണക്കാണിത്. എന്തിനു വേണ്ടിയായിരുന്നു? അയ്യപ്പന് പബ്ലിസിറ്റി കൊടുക്കാനോ? ശബരിമലയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാനോ? അതിനെങ്കിലും ഉത്തരം പറയും. നിങ്ങൾ ഈ പദ്ധതി നടത്തിയത് എന്തിനു വേണ്ടിയാണ്? ഇതുവഴി ശബരിമലയിലേക്ക് കൂടുതൽ ആളെത്തുമെന്ന് നിങ്ങൾ കരുതിയോ? അങ്ങനെ എത്തുന്നവരെ അവിടെ കയറ്റാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടോ? ശബരിമലയിൽ എത്തുന്ന ഭക്തരെ അവിടെ കയറ്റുന്നില്ല, അതിനുള്ള സൗകര്യമില്ല. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി അയ്യപ്പൻ്റെ ചെലവിൽ നടത്തിയെടുത്തത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവൂ, ഭയപ്പെട്ടു പോകും. ഈ നടത്തിപ്പിനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും ഏൽപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന പേരിൽ ഊരാളുങ്കൽ സൊസൈറ്റി ഉണ്ടായിരിക്കുന്ന നിരവധി സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഈ ഊരാളുങ്കൽ സൊസൈറ്റി CPM-ൻ്റെ സ്വന്തം വടകര സൊസൈറ്റിയാണ്. ഇവിടെ സെക്രട്ടേറിയറ്റ് പോലും പൊളിച്ചു പണിയും അവർക്ക് വേണ്ടി. അതിൻ്റെ കീഴിൽ നിരവധി പ്രസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അടിസ്ഥാനപരമായി നിർമ്മാണ മേഖലയിൽ കഴിവുണ്ടെങ്കിലും ഈ സഹസ്ഥാപനങ്ങളൊക്കെ കടലാസ സംഘടനകളാണ്. അവർക്ക് ഇതിനുള്ള എക്സ്പെർട്ടൈസ് ഇല്ല. ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ട് ഈ സ്ഥാപനത്തിന് സർക്കാർ ടെൻഡർ പോലും വിളിക്കാതെ പണിയും കൊടുത്തു. ഒരു ടെൻഡറുമില്ല. ഊരാളുങ്കൽ സൊസൈറ്റിക്കല്ല കൊടുത്തത്, അതിന് കീഴിലുള്ള യാതൊരു എക്സ്പെർട്ടൈസും ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന് ടെൻഡർ വിളിക്കാതെ കൊടുത്തു. മുഴുവൻ ചെലവുകളും അവർക്കാണ്. എന്നിട്ട് ദേവസ്വം ബോർഡിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് പണവും കൊടുത്തു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇത് മറ്റു പല സ്ഥാപനങ്ങൾക്കും ഉപകരാറായി കൊടുത്തു. ഇവർക്ക് പണി അറിയില്ല, ഇവരിത് മേടിച്ചു ഉപകരാറായി കൊടുത്തു. ഈ ഉപകരാർ കിട്ടിയ ഒരു കമ്പനി തിരുവനന്തപുരം വെള്ളാറിലുള്ള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ആണ്. ഇത് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ മറ്റൊരു പ്രസ്ഥാനമാണ്. ഇങ്ങനെ ഒരുപാട് പ്രസ്ഥാനമുണ്ട്. അതായത് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിന് ടെൻഡർ ഇല്ലാതെ കൊടുക്കുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള മറ്റൊരു സ്ഥാപനത്തിന് ഈ താഴെയുള്ള കമ്പനി കൊടുക്കുന്നു. എന്നിട്ട് ഇവർ ഈ IIIC-ക്ക്, അതായത് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനത്തിന് അവർ കൊടുത്ത ബില്ല്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് കൊടുത്ത ബില്ല് 9,50,000 രൂപയാണ്. അതായത് ഞങ്ങൾ അത്രയും രൂപ മുടക്കിയിരിക്കും, ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാണ് കൊടുത്തത്. എന്നാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ദേവസ്വം ബോർഡിന് കൊടുത്ത ബില്ല് 15,51,000 ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഒരു ഉപകമ്പനി ഒരു പണിക്ക് വേണ്ടി മുടക്കി വാങ്ങാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന തുക ഏതാണ്ട് 10 ലക്ഷത്തിൽ താഴെയാണ്. ഇവരിത് ദേവസ്വം ബോർഡിലേക്ക് കൈമാറിയപ്പോൾ ഒരു ഇടനില കൂടി കടന്ന് ദേവസ്വം ബോർഡിലേക്ക് എത്തിയപ്പോൾ 15 ലക്ഷമായി. ഈ 5,90,000 രൂപ എങ്ങനെ എത്തി? ഞാൻ ഒരു ബില്ലിൻ്റെ കണക്കാണ് പറയുന്നത്. അതായത് 10 ലക്ഷം തന്നെ ഇവർ കൊടുത്തിരിക്കുന്ന 9.5 ലക്ഷം തന്നെ അധികമാണ്. ഈ 9.5 ലക്ഷം ചെലവാക്കിയിട്ടുണ്ടാവില്ല. അതിൽ തന്നെ 5.5 ലക്ഷം രൂപ കൂടി കൂടുതൽ വാങ്ങിയിരിക്കുന്നു. നോക്കൂ ഏത് തരത്തിലാണ് തട്ടിപ്പ് വളർന്ന് പന്തലിച്ചതെന്ന്. 38,80,000 രൂപയാണ് സംഗീത പരിപാടിക്ക് വേണ്ടി മാറ്റിവെച്ചത്. ആരൊക്കെയാണ് സംഗീത പരിപാടിയിൽ പങ്കെടുത്തത്? വിശ്രുത സംഗീതജ്ഞനായ വീരമണി, വിജയ് യേശുദാസ്, സുദീപ് കുമാർ, ഇഷാൻ ദേവ് തുടങ്ങിയവർ. സ്വാഭാവികമായും അത്രയും പ്രധാനപ്പെട്ടവർ അവിടെ എത്തി സംഗീത പരിപാടി നടത്തുമ്പോൾ ചെലവാകുമെന്ന് കരുതും. എന്നാൽ വീരമണിയും വിജയ് യേശുദാസും പറയുന്നു 1 രൂപ പ്രതിഫലം വാങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ ഈ 38.5 ലക്ഷം രൂപ ആർക്കാണ് കൊടുത്തത്? എങ്ങനെയാണ് ചെലവായത്? ഇഷാൻ ദേവിനാണോ ഈ 38.5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നത്? ശബരിമലയിൽ അയ്യപ്പന് വേണ്ടി സൗജന്യമായൊരു പാട്ട് പാടാൻ ഇഷാൻ ദേവിനും കൂട്ടർക്കും കഴിയുമായിരുന്നില്ലേ? അതുകൊണ്ടാണോ അവിടുന്ന് മടങ്ങി വന്നപ്പോൾ അപകടമുണ്ടായതും 2 പേർ ഗുരുതരാവസ്ഥയിലായതും? അതൊക്കെ പോട്ടെ, CPM-കാർ എപ്പോഴും വെറുക്കുന്ന എതിർക്കുന്ന നന്ദഗോവിന്ദം ഭജനമുണ്ട്. നമുക്കറിയാം നന്ദഗോവിന്ദം ഭജൻ ഇന്ന് ഹിന്ദു വിശ്വാസികൾക്കിടയിൽ ഒരു ട്രെൻഡാണ്. നല്ല മിടുക്കരായ കുറേ ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്ന് ഭജൻ ചെല്ലുന്നത് കേൾക്കാൻ തന്നെ ഒരു സുഖമാണ്. വേടൻ്റെ പരിപാടിക്ക് വരുന്ന പോലെയാണ് ആയിരക്കണക്കിന് മനുഷ്യരത് കേൾക്കാൻ വരുന്നത്. ഇത് വലിയ ഒരു ആത്മീയ ഉണർവുണ്ടാക്കുന്ന അനുഭവമാണ്. ഇത് CPM-നെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ അരാജകത്വമാണല്ലോ അവരുടെ അജണ്ട. ഈ അരാജകത്വവാദികളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ ഭജനുകൾ പ്രസക്തി നേടുന്നത് ഇവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇവർ കൂടെ കൊണ്ടത് സംഘപരിവാറിൻ്റെ
ഒളി അജണ്ട എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരാറുണ്ട്. എന്തായാലും നന്ദഗോവിന്ദ ഭജനെ അവർ ക്ഷണിക്കാൻ തീരുമാനിച്ചു. 2 ലക്ഷം രൂപ അവർക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതിന് ചെലവായി എഴുതി വെച്ചിരിക്കുന്നത് 8.5 ലക്ഷം രൂപ. അതല്ല അതിൻ്റെ ക്ലൈമാക്സ്. നന്ദഗോവിന്ദം ഭജൻകാരോട് വിവരം പറഞ്ഞിട്ടില്ല, അവരവിടെ എത്തിയിട്ടില്ല, അവർക്കത് വേറെ പരിപാടി ഉണ്ടായിരുന്നു. നന്ദഗോവിന്ദത്തിൻ്റെ പേരിൽ 8.5 ലക്ഷം രൂപ ആരാണ് അടിച്ചു മാറ്റിയത്? പമ്പയിൽ ഒരു പരിപാടി നടത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായി 150 കട്ടിലും മെത്തയും തലയണയും വാങ്ങി. അയ്യപ്പനെ സ്തുതിക്കാനെത്തി ആരൊക്കെയാണോ ഈ 150 പേര് കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി മുടക്കിയത് ലക്ഷങ്ങളാണ്. അതിൽ ഒരു കട്ടിലിൻ്റെയും മെത്തയുടെയും ചെലവ് 1,11,000 രൂപ പറഞ്ഞിട്ടൊരു ഫാമിലി കട്ടിൽ. അത് ആർക്ക് വേണ്ടിയാണ് എന്ന ചോദ്യം സ്വാഭാവികമാണ്. ഈ 150 കട്ടിലിൽ 100 എണ്ണം ഇപ്പോൾ കാണാനുള്ളൂ, 50 എണ്ണം എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഫാമിലി കട്ടിൽ പിണറായിക്ക് വേണ്ടിയാണ് എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. അല്ലെങ്കിൽ പിണറായി തന്നെ പറയണം അത് ആർക്ക് വേണ്ടിയായിരുന്നു ഈ 1,11,000 രൂപയുടെ കട്ടിലും മെത്തയുമെന്ന്. ജോളി അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത് തീർച്ചയായും കേട്ടിരിക്കേണ്ടതാണ്. അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ പിണറായി വിജയൻ എത്തുന്നു. അന്ന് രാത്രി പിണറായി വിജയന് തങ്ങാൻ റെസ്റ്റ് ഹൗസിൽ സൗകര്യമൊരുക്കുന്നു. പുതിയ കട്ടിലും പുതിയ ബെഡും പുതിയ തലയണയും പുതിയ പുതപ്പും വേണമെന്ന് പറയുന്നു. ഉടൻ തന്നെ അത് വാങ്ങുന്നു. മൊത്തം 1,18,000 രൂപ. ജനാലകളിൽ എല്ലാം പുതിയ കർട്ടനിടണം എന്ന് പറയുന്നു. താഴെ ചുവന്ന പരവതാനി വിരിക്കണമെന്ന് പറയുന്നു. കുഷൻ സോഫകൾ വാങ്ങണമെന്ന് പറയുന്നു. ഫർണിച്ചറുകൾ വാങ്ങണമെന്ന് പറയുന്നു. ഉടൻ തന്നെ അതെല്ലാം അങ്ങ് വാങ്ങുന്നു. ഒരു രാത്രിക്ക് വേണ്ടിയാണെന്ന് ഓർക്കണം. മൊത്തം 1,20,000 രൂപ. രാത്രി ഭക്ഷണം 15,000 രൂപ. മൊത്തം പിണറായി വിജയൻ ഒരു രാത്രി തങ്ങിയതിന് 2,53,000 രൂപ ചെലവായി. ഇനിയാണ് രസം. പിണറായി വിജയൻ രാവിലെ പോയി. പക്ഷേ പിണറായി വിജയന് വേണ്ടി വാങ്ങിയ മേൽപ്പറഞ്ഞ കട്ടിലും ബെഡും മറ്റ് സാമഗ്രികളും പിന്നീട് അവിടെ കാണാൻ കഴിഞ്ഞില്ല. അന്വേഷണത്തിലും കണ്ടില്ല എന്നാണ് കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേപടി ശരിയല്ലെങ്കിലും ഇതാണ് അയ്യപ്പ സംഗമത്തിൽ നടന്ന തട്ടിപ്പിൻ്റെ ഒരു ആകത്തുക. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് താമസം ബുക്ക് ചെയ്തത്. ആരാണ് താമസിച്ചത്? രാവിലെ വന്നു വൈകുന്നേരം ഈ പരിപാടിക്ക് പോകുന്നവരാണ്. എല്ലാവർക്കും വാഹനമുണ്ട്, സൗകര്യമുണ്ട്. ആരാണ് താമസിച്ചത്? പക്ഷേ താമസമൊക്കെ ബുക്ക് ചെയ്തത് എവിടെയാണെന്നറിയാമോ? ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ കുമരകത്തും മൂന്നാറിലും. അവിടെ നിന്ന് ഇവിടെ എത്താൻ എത്ര നേരം വേണമെന്നറിയാമല്ലോ. അപ്പോൾ ആരായിരുന്നു ഈ കുമരകത്തും മൂന്നാറിലും പോയി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച വിശിഷ്ടാതിഥികൾ? പ്രതിനിധികളുടെ യാത്രാ ചെലവ് 10,57,000 രൂപ. ആരായിരുന്നു ആവോ? ഡെലിഗേറ്റ് മാനേജ്മെന്റ് 9,60,000 രൂപ. ശബരിമല അയ്യപ്പനെ അടിച്ചു മാറ്റാൻ ആസൂത്രണം നടത്തിയ പ്രധാനികളിൽ ഒരാളെ മുരാരി ബാബുവിനായിരുന്നു ഭക്ഷണത്തിന് ചുമതല നോക്കണം. അതുകൊണ്ടാണ് അയ്യപ്പ സംഗമം കഴിഞ്ഞ് ആടുമില്ല പൂടയുമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടും 3,000 പേർക്ക് ഡിന്നർ കൊടുത്തു. വൈകുന്നേരത്തെ കഥയാണ് പറയുന്നത്. പകല് 5,000 പേർക്ക് കൊടുത്തു, വൈകുന്നേരം 4 മണിക്ക് ചായ 5,000 പേർക്ക് കൊടുത്തു, ഉച്ചയ്ക്ക് ലഞ്ചിന് 5,000 പേർക്ക് കൊടുത്തു. ആകപ്പാടെ അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം നമ്മൾ കണ്ടതാണ്. ഒരിക്കൽ പോലും അവിടെയുള്ള 3,000 കസേര ഉണ്ടെന്ന് പറയുന്നു, തികഞ്ഞിട്ടില്ല. സർക്കാർ ഔദ്യോഗികമായി അന്ന് ന്യായീകരിച്ചത് പോലും 3,000 മുതൽ 4,000 പേര് വന്നെന്നാണ്. ആരായിരുന്നു വന്നവരിൽ ഭൂരിപക്ഷവും? സന്നിധാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ, വനം വകുപ്പുകാർ, നടത്തിപ്പുകാരെ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ, അവർക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ടാണ് അവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ വെച്ചു വിളമ്പി തിന്ന് നശിപ്പിച്ചത്. ഇവറ്റകൾക്കൊക്കെ ലജ്ജയുണ്ടോ? നാണമുണ്ടോ? അയ്യപ്പന് സ്വർണം മാത്രമല്ല വസ്ത്രവും ഇവറ്റകൾ അടിച്ചു മാറ്റി. എന്നിട്ടും സഹിക്കാനാവാതെ ഖജനാവിലെ പണം അടിച്ചു മാറ്റാൻ കള്ളക്കണക്കുമായി പമ്പയിൽ പന്തല് കെട്ടിയിട്ട് അടിച്ചു മാറ്റി പുട്ടടിച്ചതാണ് 7 കോടിയോളം രൂപയുടെ കള്ളക്കണക്ക്. ഇവർ തുടരണമെന്നാണ് പറയുന്നത്. ഇവർ നന്നാക്കുമെന്നാണ് പറയുന്നത്. ഈ നാട് നന്നാക്കാനും തുടരാനും സഹായവും സഹകരണവുമായി ഇവറ്റകൾ ഉണ്ടത്രേ. വൃത്തികെട്ട ജന്മങ്ങൾ.